നമസ്കാരം. അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ ഇറാൻ പിന്നോട്ടില്ലെന്ന് മാത്രമല്ല, അതിശക്തമാം വിധത്തിൽ ഗൾഫ് മേഖലയിലെമ്പാടും തുടർച്ചയായി ഇടവിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു തരത്തിലും ഈ യുദ്ധത്തിന് ഒരു അറുതിയുണ്ടാകാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇറാൻ പ്രതികാരം തുടരുന്നത്. അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാരത്തിന് പിന്നാലെ മുജ്തബ ഖാംനെയുടെ ഞെട്ടിക്കുന്നൊരു പ്രഖ്യാപനം ലോകം മുഴുവൻ വലിയ ആശങ്കയോടെയായിരുന്നു കണ്ടത്. ആ പ്രഖ്യാപനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഖാംനെയുടെ ചോരയ്ക്ക്, രക്തസാക്ഷിത്വത്തിന് കണക്ക് തീർത്തിരിക്കും, പകരം ചോദിക്കും എന്നതായിരുന്നു അത്. അതായത് ആ കൊലപാതകത്തിന് കാരണക്കാരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും അടക്കം 13ലധികം പേർ ഉൾപ്പെട്ടിട്ടുള്ള ഇറാന്റെ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഇന്റലിജൻസ് പുറത്തുവിട്ടിട്ടുള്ള ആ രേഖകളിലെ കാര്യങ്ങൾ, പരാമർശങ്ങളൊക്കെ ഏതാണ്ട് സാധൂകരിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് പറയാവുന്ന വിധത്തിലായിരുന്നു ഇറാൻ ഒരു വലിയ വെല്ലുവിളി നടത്തിയത്. മുജ്തബ ഖാംനെയി പറഞ്ഞത് പ്രതികാരം ചെയ്യും, ഇറാൻ എന്ന രാജ്യത്തിന് എന്തൊക്കെ സംഭവിച്ചാലും താൻ കൊല്ലപ്പെട്ടാലും ഒന്നും ഒരു പ്രശ്നവുമല്ല, പ്രതികാരം തീർക്കുക എന്നുള്ളത് ഇറാന്റെ തീരുമാനമാണ്, അത് എന്തായാലും സംഭവിച്ചിരിക്കും എന്നായിരുന്നു മുജ്തബ പറഞ്ഞത്. അതിനുശേഷം ഇറാന്റെ ആക്രമണ രീതികളിൽ, ഇടപെടുന്ന ശൈലികളിൽ, പ്രത്യാക്രമണങ്ങളിൽ ഒക്കെ വലിയ തോതിൽ തീവ്രത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമായി വരച്ചു കാട്ടിയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. കാരണം മുമ്പൊക്കെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് തത്തുല്യമായ പ്രത്യാക്രമണം എന്നതായിരുന്നു ഇറാൻ സ്വീകരിച്ചു പോന്നിരുന്നൊരു ശൈലി. അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണങ്ങൾ നടത്തിയാൽ മാത്രം തിരിച്ചടി കൊടുക്കുക എന്നതായിരുന്നു ഇറാന്റെ ശൈലി. പക്ഷേ ഇപ്പോൾ ഇറാൻ ഇങ്ങോട്ടേക്ക് ആക്രമണങ്ങൾ വന്നാലും ഇല്ലെങ്കിലും ശരി, അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർക്കും എന്ന നിലയിലേക്ക് കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കുവൈറ്റിൽ അല്പസമയം മുമ്പ് നടന്നിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് അവിടുത്തെ വൈദ്യുതി ജല ശുദ്ധീകരണത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണമാണ്. അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അത് വൈദ്യുത ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനിടെ രണ്ടാം തവണയാണ് ഇത്തരമൊരു ആക്രമണം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തുടർച്ചയായി കുവൈറ്റിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചു തകർക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരുന്നു, അമേരിക്ക തങ്ങൾക്ക് നേരെ, തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ, തങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ ഒരു മര്യാദയുമില്ലാത്ത വിധത്തിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ തത്തുല്യമായ രീതിയിൽ മേഖലയിലെ മുഴുവൻ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിലേക്കും ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം, ആ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. നോക്കുക, കുവൈറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. അവിടുത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന് കേന്ദ്രത്തിന് നേരെ ആക്രമണമുണ്ടായി, ആ കേന്ദ്രത്തിന് തീപിടിച്ചു, പലയിടത്തും വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു, സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലേക്ക് ആക്രമണം അവിടെ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാൾ അബു ഖലീഫ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളായിരുന്നു ഇറാൻ ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. മലയാളികളൊക്കെ താമസിക്കുന്ന മഹബൂല പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആക്രമണം നടക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജനജീവിതം നടക്കുന്ന, ജനത്തിരക്കുള്ള മേഖലകൾ, ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഒക്കെ ഇറാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും അപകടകരമായ വസ്തുത. അതായത് നാശനഷ്ടങ്ങൾ, സാധാരണക്കാർക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ തുടങ്ങിയവയൊക്കെ ഇറാനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇറാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ മാത്രമല്ല, അവിടങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളും ജനനിബിഡമായ പ്രദേശങ്ങളും ആക്രമിക്കും എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ഭീതിയോടുകൂടി തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലൊരു മധ്യസ്ഥ ചർച്ചയിലൂടെ ഈ യുദ്ധം പിടിച്ചു നിർത്താം എന്ന സാധ്യത ലെവലേശം പോലും ഇല്ലാതാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ ഇടപെടലുകൾ. നമുക്കറിയാം, സാധാരണഗതിയിൽ അമേരിക്ക ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക്, അല്ലെങ്കിൽ ഗസ വിഷയത്തിലായാലും ഇറാൻ്റെ വിഷയത്തിലായാലും ഒക്കെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ആദ്യഘട്ടത്തിൽ തീവ്രമായ ആക്രമണം നടത്തും. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ, തിരിച്ചടികൾ ശക്തമായി തുടങ്ങുമ്പോൾ ഉടൻ തന്നെ അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളെ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഖത്തർ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളെ കണ്ടുകൊണ്ട് എത്രയും വേഗത്തിൽ ഇതൊന്ന് പരിസമാപ്തിയിൽ എത്തിക്കണം, ഒരു മീഡിയേഷൻ വേണമെന്നാവശ്യപ്പെട്ട് ഒരു വശത്ത് അമേരിക്ക തന്നെ യുദ്ധം ചെയ്തിട്ട്
ബന്ധപ്പെട്ട് അതുകൊണ്ടുണ്ടാകുന്ന കെടുതികൾ പരിഹരിക്കാൻ അറബ് രാജ്യങ്ങളെ ചുമതലപ്പെടുത്തി അവരെ കൊണ്ട് ഒരു സേഫ് ഗെയിം കളിക്കുന്ന ഒരു കളി അമേരിക്ക കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ അമേരിക്കയ്ക്ക് അതിനുള്ള ഒരു സാധ്യത എന്നേക്കുമായി ഇറാൻ റദ്ദ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഒരു കൂടിയാലോചനകളും ഗൾഫ് രാജ്യങ്ങളോട് നടത്താതെ ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന തള്ളിക്കൊണ്ടാണ് ഈ പറയുന്ന തീവ്രമായ ആക്രമണം ഇറാനിലേക്ക് അഴിച്ചുവിട്ടത്. അതുവരെ ഇറാൻ പറഞ്ഞത് ഞങ്ങളായിട്ട് ആരെയും ആക്രമിക്കില്ല, ഞങ്ങളുടെ നേർക്ക് ആക്രമണം വന്നാൽ അതൊരു യുദ്ധമായി തന്നെ ഞങ്ങൾ കാണും, ആ യുദ്ധം എന്ന് പറയുന്നത് ഞങ്ങൾ മേഖലാ യുദ്ധമാക്കി മാറ്റും, ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും, തുടർന്ന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യും. അതായത് യുദ്ധം നിങ്ങൾ തുടങ്ങി വെച്ചാൽ അതെങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നാണ് ഇറാൻ അന്ന് പറഞ്ഞത്. പിന്നീട് ഫെബ്രുവരി 28-ന് ആ ആക്രമണത്തിന് ശേഷം, അല്ലെങ്കിൽ ആ യുദ്ധം തുടങ്ങിയതിന് ശേഷം എന്താണോ ഇറാൻ പറഞ്ഞത് അത് അതുപോലെ സംഭവിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അങ്ങനെ ജൂൺ ആയപ്പോഴേക്കും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ശക്തമാകുന്നു, അറബ് രാജ്യങ്ങൾക്ക് വലിയ ക്ഷീണമുണ്ടാകുന്നു, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ കൂട്ടത്തോടെ തകരുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നു എന്നുള്ളതാണ് ആ ആക്രമണത്തിൽ ഇറാൻ നേടിയിട്ടുള്ള ഏറ്റവും വലിയ ലീഡ്. അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഇറാൻ മേൽക്കൈ നേടുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഹോർമൂസ് അടച്ചിടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അടച്ചു എന്നുള്ളതാണ്. അതിനെ അതിജീവിക്കാനായിട്ട് ഒരു തരത്തിലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അല്ലെങ്കിൽ മറ്റ് സഖ്യകക്ഷികൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് ഇറാനെ അനുനയിപ്പിക്കാതെ രക്ഷയില്ല എന്ന നീക്കത്തിലേക്ക് അമേരിക്ക എത്താൻ കാരണം. അങ്ങനെ അമേരിക്ക എന്ത് ചെയ്തു? ഇറാനുമായി ചർച്ചകൾ നടത്താനായിട്ട് മധ്യസ്ഥ രാജ്യങ്ങളെ ചുമതലപ്പെടുത്തി. അപ്പോഴും ഇറാനിലേക്ക് ഇടയ്ക്കിടെ ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെ മധ്യസ്ഥ രാജ്യങ്ങളെ ചുമതലപ്പെടുത്തി മധ്യസ്ഥ രാജ്യങ്ങളുടെ നിരന്തരമായ ഇടപെടൽ, പാകിസ്ഥാൻ്റെ ഇടപെടൽ, പാകിസ്ഥാൻ്റെ മന്ത്രി ഇറാനിൽ പോയി നിൽക്കുന്നു, അവരുമായി ചർച്ച നടത്തുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഹോർമൂസ് തുറക്കുന്ന വിധത്തിലേക്ക് ഒരു വെടിനിർത്തൽ കരാർ ജൂൺ 15-17 തീയതികൾ ആ സമയമായപ്പോഴേക്കും ആ കരാർ നിലവിൽ വരുന്നത്. 60 ദിവസത്തേക്ക് ആ ഒരു വെടിനിർത്തൽ വരുന്നു. അതിനുശേഷം അന്തിമമായ കരാർ എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. പക്ഷേ ഈ കരാർ അമേരിക്ക ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഏകപക്ഷീയമായി ലംഘിച്ചു എന്നുള്ളിടത്താണ് ഇറാൻ്റെ ആരോപണങ്ങൾ തുടങ്ങുന്നത്. അതായത് ഇറാൻ ഇതിനോട് ഉടക്ക് വയ്ക്കുന്നത് അങ്ങനെയാണ്. അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ഹോർമൂസ് കടലിടുക്കിൽ ഒരു നിർദ്ദിഷ്ട കപ്പൽ പാതയുണ്ട്, ഇതിലെ കപ്പലുകൾ പോകണമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ആ വഴിക്കല്ലാതെ ഒമാൻ തീരത്തുകൂടി ഇറാൻ്റെ സാന്നിധ്യം ഇല്ലാത്തിടങ്ങളിലൂടെ പുതിയ കപ്പൽ പാത സൃഷ്ടിക്കാനായിട്ട് അമേരിക്ക ശ്രമിച്ചു എന്നുള്ളിടത്താണ് ആദ്യത്തെ തർക്കം. രണ്ടാമത്തെ വിഷയം വരുന്നത്, ഈ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കണമെന്ന് അമേരിക്ക ശ്രമിക്കാൻ, അല്ലെങ്കിൽ അമേരിക്ക ഹോർമൂസിൽ ക്ലെയിം ഉന്നയിക്കുന്നത് ഇറാന് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഇറാന് നൽകിയ ഒരു വലിയ വാക്ക്, അല്ലെങ്കിൽ ആ കരാറിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഇറാന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ഉപരോധങ്ങൾ മുഴുവൻ നീക്കും ഇറാനെതിരായിട്ടുള്ളത് എന്നതായിരുന്നു. പക്ഷേ കരാറിന് ശേഷം ഉപരോധങ്ങളൊന്നും നീക്കാൻ അമേരിക്ക ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് ആ കരാർ ലംഘനം നടത്തിയത് അമേരിക്കയാണ് എന്ന് ഇറാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനിടയിലാണ് ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ, ഗൾഫ് മേഖലയിലെ 2 രാജ്യങ്ങളുടെ, കുവൈറ്റും ഖത്തറുമാണെന്ന് തോന്നുന്നു, 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇതോടുകൂടി വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി കീറിയെറിഞ്ഞുകൊണ്ട് ട്രംപ് ഇറാനിലേക്ക് വീണ്ടും ആക്രമണം നടത്തുന്നു. അതാണ് ഇന്ന് 8-ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നത്. പക്ഷേ ഈ 8 ദിവസം ഇറാൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ഇറാൻ തകരുന്നു, ഇറാൻ അവസാനിക്കുന്നു, ഇറാന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു, ഇറാന് കോട്ടം സംഭവിക്കുന്നു എന്ന തരത്തിലൊക്കെ നിരന്തരമായി ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടും ഒരു ഘട്ടത്തിലും ഇറാൻ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ്റെ റോഡുകൾ, അതുപോലെ തന്നെ പാലങ്ങൾ, ഇറാൻ്റെ കുടിവെള്ള സ്രോതസ്സുകൾ, കുടിവെള്ള പ്ലാന്റുകൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ, ഏറ്റവും ഒടുവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആണവ നിലയത്തിലേക്ക് പോലും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയതിൻ്റെ പ്രതികാരമായി 5-5.5 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന വളരെ ദൈർഘ്യമേറിയ ഒരു ആക്രമണമാണ് ഇറാന് നേരെ അമേരിക്ക അഴിച്ചുവിട്ടത് എന്നുള്ളതും നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇറാന് വലിയ തോതിൽ തകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇറാൻ്റെ ആയുധങ്ങളടക്കം, സൈനികരടക്കം വലിയ തോതിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്ന് അമേരിക്ക പറയുമ്പോഴും പുതിയ പുതിയ ബാലിസ്റ്റിക് മിസൈലുകളും പുത്തൻ ആയുധങ്ങളും പുതിയ യുദ്ധരീതികളുമായി ഇറാൻ കളം നിറയുകയാണ് എന്നുള്ളതാണ് ഇതിൽ അമേരിക്ക കാണുന്ന ഏറ്റവും ആപൽക്കരമായ കാര്യം. ലോകം കാണുന്ന ആശങ്കാജനകമായ കാര്യമെന്ന് പറയുന്നത്, ഈ യുദ്ധം ഒത്തുതീർപ്പിലാകാനുള്ള സാധ്യതകൾ
ഹോർമുസ് തുറക്കാനുള്ള സാധ്യതകൾ അതിൻ്റെ ഒരു നേരിയ കണിക പോലും എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നോക്കുക, ഹൂത്തികൾ കളത്തിലിറങ്ങുകയും ചെങ്കടൽ അടയ്ക്കാൻ പോവുകയും ചെയ്യുകയാണ് എന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ മറ്റ് ഗ്രൂപ്പുകളും ചേർന്നുകൊണ്ട് പരമാവധി ഏതറ്റം വരെയും പോകാമോ അതെല്ലാം ചെയ്യുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെങ്കടൽ കൂടി അടയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് നൽകുന്ന തിരിച്ചടി അല്ലെങ്കിൽ അത് ലോകത്തിനുണ്ടാക്കുന്ന ആഘാതം, പ്രഹരം ഒന്നും ചെറുതായിരിക്കില്ല. വീണ്ടും വീണ്ടും ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇറാൻ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരു മയവുമില്ലാതെ, ഒരു മടിയുമില്ലാതെ അതിശക്തമായി തിരിച്ചടികൾ തുടരുന്നു എന്നുള്ളത് അമേരിക്കയ്ക്കും വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ട്രംപിൻ്റെ പദ്ധതികൾ തകരുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.